രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിനും ദേശീയ ബോധത്തിനും അഭിവാജ്യമായ സ്ഥാനം വഹിക്കുന്ന വന്ദേ മാതരത്തിന് കൂടുതൽ ഔദ്യോഗിക പദവി നൽകിക്കൊണ്ടുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുതിയ ഉത്തരവ് ദേശീയ തലത്തിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. വന്ദേ മാതരം എന്ന ദേശീയ ഗീതം രചിക്കപ്പെട്ടതിന്റെ 150-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് ഈ ചരിത്രപരമായ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ഇനി മുതൽ രാജ്യത്തെ സുപ്രധാനമായ ഔദ്യോഗിക ചടങ്ങുകളിൽ വന്ദേ മാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കിയിരിക്കുന്നു. ദേശീയ പതാക ഉയർത്തുന്ന ചടങ്ങുകൾ, രാഷ്ട്രപതിയുടെ ഔദ്യോഗിക സന്ദർശനങ്ങൾ, അദ്ദേഹം നടത്തുന്ന അഭിസംബോധനകൾ തുടങ്ങിയ പ്രധാനപ്പെട്ട വേളകളിലെല്ലാം വന്ദേ മാതരം ആലപിക്കണമെന്നാണ് ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നത്. ദേശീയഗാനത്തിന് നൽകുന്ന അതേ ആദരവും പ്രാധാന്യവും ദേശീയ ഗീതത്തിനും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നത്. സംസ്ഥാനങ്ങളിൽ ഗവർണർമാർ പങ്കെടുക്കുന്ന ഔദ്യോഗിക പരിപാടികളിലും വന്ദേ മാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. വന്ദേ മാതരം ആലപിക്കുന്ന സമയദൈർഘ്യത്തിലും രീതിയിലും ഇപ്പോൾ കൃത്യമായ വ്യക്തത വരുത്തിയിട്ടുണ്ട്. വന്ദേ മാതരത്തിന്റെ 6 ചരണങ്ങൾ ഉൾക്കൊള്ളുന്നതിനും ഏകദേശം 3 മിനിറ്റ് 10 സെക്കൻഡ് ദൈർഘ്യമുള്ളതുമായ പ്രത്യേക പതിപ്പാണ് ഔദ്യോഗിക ചടങ്ങുകളിൽ ഉപയോഗിക്കേണ്ടത്. ദേശീയഗാനവും ദേശീയ ഗീതവും ഒരുമിച്ച് ചൊല്ലുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ആദ്യം വന്ദേ മാതരം ആലപിക്കണമെന്ന നിബന്ധനയും പുതിയ ഉത്തരവിലുണ്ട്.